2008 നവംബർ 26 നമുക്കറിയാം, മുംബൈ ഭീകരാക്രമണം നടന്ന ദിവസമാണ്. അന്നത്തെ ആ സന്ധ്യ, സൂര്യാസ്തമയത്തിന് ശേഷം ആ ഇരുട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയിൽ ഏറ്റവും കൂടുതൽ കരിനിഴൽ വീഴ്ത്തിയ ഇരുട്ടാണ്. ഞാൻ കൂടുതൽ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. പുതിയ ഒരു വിവരം, ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് സാധിക്കണം. അതിനെ സംബന്ധിച്ച പുതിയ ഒരു വിവരം പങ്കുവയ്ക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, വളരെ നീണ്ട ഒരു കടലോരം ഉള്ള രാഷ്ട്രമാണ് ഭാരതം. വളരെ നീണ്ട കടലോരമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സമുദ്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മത്സ്യബന്ധനം തൊഴിലാക്കിയ മനുഷ്യർ, നമ്മുടെ നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ, അവർക്കൊക്കെ ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ അവരാൽ കഴിയുന്ന വിധത്തിൽ സാധിക്കും എന്ന് തീർച്ചയാണ്. പക്ഷേ അതിനുമൊക്കെ ഉപരി അവർക്ക് ശക്തമായ പിന്തുണ കൊടുക്കേണ്ടതുണ്ട്. അതിന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഒരു പുതിയ വകുപ്പ് രൂപീകരിക്കുകയാണ്. ഒരുപക്ഷെ അതൊരു പുതിയ മന്ത്രാലയം ആയി മാറിയേക്കും. അത് ഈ സമുദ്ര തീര സുരക്ഷ മാത്രമല്ല, തുറമുഖങ്ങളുടെയും കപ്പലുകളുടെയും കൂടി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇങ്ങനൊരു കാര്യാലയം, ഒരു വകുപ്പ് രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ പേര് തന്നെ തുറമുഖ സുരക്ഷാ കാര്യാലയം എന്നാണ്. അതായത് ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഈ സ്ഥാപനം രൂപീകരിക്കാൻ കൃത്യമായിട്ടും വേണ്ടുന്ന ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. അത് കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രി സർബാനന്ദ് സോനോവാളും അതുപോലെ കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡുവും ഉന്നത ഉദ്യോഗസ്ഥരും ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഇതിനി ഒരു ബില്ലായിട്ട് പാർലമെന്റിൽ വരണം. അപ്പോൾ അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. രാജ്യത്തുടനീളം ഈ തുറമുഖങ്ങൾ, നമുക്കറിയാം, ഇപ്പോൾ വലിയ രീതിയിൽ ചരക്ക് നീക്കം നടക്കുന്നത് നമ്മുടെ തുറമുഖങ്ങളിലൂടെയാണ്. ചെറുതും വലുതുമായ ധാരാളം തുറമുഖങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മൾ ഈ കരയിലൂടെ അല്ലെങ്കിൽ ആകാശമാർഗത്തിലും ചരക്ക് നീക്കുന്ന അല്ലെങ്കിൽ ചരക്ക് കൊണ്ടുപോകുന്ന സംവിധാനം നമുക്കുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് കടൽ മാർഗം, ഇത്രയും നീണ്ട കടലോരം നമുക്കുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടും തുറമുഖങ്ങൾ, കൃത്യമായ ഇടങ്ങളിൽ തുറമുഖങ്ങൾ നമുക്കുണ്ട്. ആ തുറമുഖങ്ങളെ നന്നായി പ്രവർത്തിപ്പിച്ചാൽ വളരെ ലളിതമായി, ആയാസരഹിതമായി, പരിസര മലിനീകരണത്തിൻ്റെ തോത് അങ്ങേയറ്റം കുറച്ചുകൊണ്ട് നമുക്ക് ചരക്ക് നീക്കം, ചരക്ക് ഗതാഗതം നടപ്പാക്കാൻ കഴിയും. പക്ഷേ അത് ചെയ്യുമ്പോൾ നമ്മുടെ തുറമുഖങ്ങൾ സജ്ജമായിരിക്കണം. അവയ്ക്ക് വേണ്ടുന്ന സുരക്ഷ ഒരുക്കണം. അവിടെ ഈ പറഞ്ഞതുപോലെ തുറമുഖം വഴി ശത്രുക്കൾ കടന്നു കയറാനും നമ്മളെ ഉപദ്രവിക്കാനുമുള്ള സാധ്യതയുണ്ട്. ആ സാധ്യതകളുടെ പഴുതടച്ചു വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് നമുക്കറിയാം. ഇതൊരു അപകട സാധ്യത ഉള്ളൊരു മേഖല കൂടിയാണ് ഈ തുറമുഖങ്ങൾ. കാരണം ഏത് തുറമുഖവും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം. നമുക്കറിയാം, യുദ്ധമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ തുറമുഖങ്ങളെയാണ് ആദ്യം ലക്ഷ്യം വെക്കുന്നത്. തുറമുഖങ്ങളെ, വിമാനത്താവളങ്ങളെ ഒക്കെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ തന്നെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യ ചെയ്തതും അതാണ്. പാകിസ്ഥാൻ നമുക്ക് നേരെ ആക്രമണം തൊടുത്തു വിട്ടപ്പോൾ പാക് പോർ വിമാനങ്ങളും അതുപോലെ ഡ്രോണുകളും ഒക്കെ നമ്മളെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തപ്പോൾ അതിനെ പ്രതിരോധിച്ച് ഏതാണ്ടൊരു 48 മണിക്കൂറോളം പ്രതിരോധിച്ച് നിൽക്കുകയും ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ നമ്മൾ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ, എയർ ബേസുകൾ ആക്രമിച്ച് തകർക്കുകയും ചെയ്തത് നമുക്കറിയാം. അപ്പോഴും നമ്മൾ കറാച്ചി തുറമുഖത്തെ സ്പർശിച്ചില്ല എന്ന് മനസ്സിലാക്കണം. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അത് വലിയ നാശമുണ്ടാക്കും. അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെറുതും വലുതുമായ തുറമുഖങ്ങൾ നമുക്കറിയാം. മുംബൈയിലെ പോർട്ട് അറിയാം, ഗുജറാത്തിലെ പോർട്ട് അറിയാം,
അതുപോലെ നമ്മുടെ കൊച്ചിൻ പോർട്ട് നമുക്കുണ്ട്, കേരളത്തിൽ തന്നെ ഉണ്ട്. കേരളത്തിൽ തന്നെ ചെറുതും വലുതുമായ പോർട്ടുകളുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം ഒരു വലിയ പോർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലത്ത് ഒരു ചെറിയ പോർട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ധാരാളം പോർട്ടുകൾ, ചെറുതും വലുതുമായ തുറമുഖങ്ങൾ നമുക്കുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ ചരക്ക് നീക്കം വളരെ കൃത്യമായിട്ട് നടക്കണം, അതിനുള്ള സുരക്ഷ ഒരുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥാപനം ആരംഭിക്കുന്നത്, ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റി, തുറമുഖ സുരക്ഷാ കാര്യാലയം. തുറമുഖങ്ങളെല്ലാം, തുറമുഖ വകുപ്പ് വേറെയുണ്ട്, പക്ഷേ ഈ തുറമുഖങ്ങളുടെ സുരക്ഷ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ വ്യവസായങ്ങൾക്ക് സുരക്ഷ കൊടുക്കുന്നുണ്ട്, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സുരക്ഷ കൊടുക്കുന്നുണ്ട്, വിമാനത്താവളങ്ങൾക്ക് സുരക്ഷ കൊടുക്കുന്നുണ്ട്. അത് CISF ആണ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. അതുപോലെ ബ്യൂറോ ഓഫ് പോർട്ട് സെക്യൂരിറ്റി ഈ തുറമുഖങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമായി മാറാൻ പോവുകയാണ്. അതിന് വേണ്ടുന്ന നിയമത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. ഒരു പക്ഷേ ഇതൊരു പുതിയ മന്ത്രാലയം പോലെയൊക്കെ ആയി മാറുമോ എന്ന് നമുക്കറിയില്ല. അതിനൊക്കെയുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. തുറമുഖങ്ങളെയും ഇതും എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ആ തുറമുഖ മന്ത്രാലയത്തിന്റെ കീഴിൽ തന്നെ വളരെ വിപുലമായ ഒരു സംവിധാനമാക്കി ഇതിനെ മാറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ 2025 നമ്മൾ പ്രഖ്യാപിച്ച വ്യാപാര കപ്പൽ ഗതാഗത നിയമത്തിന്റെ, അതായത് മർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് എന്ന് പറയും, അതിൻ്റെ 13ാം വകുപ്പിലെ വ്യവസ്ഥകൾ പ്രകാരം നിയമാനുസൃത സ്ഥാപനമായി തുറമുഖ സുരക്ഷാ കാര്യാലയം രൂപീകരിക്കും എന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. ഡയറക്ടർ ജനറലുടെ നേതൃത്വത്തിലായിരിക്കും കാര്യാലയം പ്രവർത്തിക്കുന്നത്. ഈ ഡയറക്ടർ ജനറൽ ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥനായിരിക്കും. കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത ജലപാത മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലായിരിക്കും ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് അത് ഏതെങ്കിലും വിധത്തിൽ അതിന് മാറ്റം വരുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും കപ്പലുകളുടെയും, നമ്മുടെ സമുദ്രാതിർത്തിയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളുടെയും നമ്മുടെ തുറമുഖങ്ങളുടെയും സുരക്ഷയാണ് ഈ കാര്യാലയത്തിന് കീഴിൽ വരുന്നത്. അതിൻ്റെ മേൽനോട്ട പ്രവർത്തനം ഇവർക്കായിരിക്കും. സിവിൽ വ്യോമയാന സുരക്ഷാ കാര്യാലയത്തിൻ്റെ, അതായത് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി, അതിൻ്റെ മാതൃകയിലാണ് ഈ കാര്യാലയവും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിവിൽ ഏവിയേഷൻ്റെ മന്ത്രിയെ കൂടി ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വിളിച്ചത്. അങ്ങനെ ഈ കാര്യാലയവും അതുപോലെ രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഈ കപ്പൽ ഗതാഗത ഡയറക്ടർ ജനറൽ DGS അല്ലെങ്കിൽ DGMA അദ്ദേഹമായിരിക്കും ഈ കാര്യാലയത്തിൻ്റെ ഡയറക്ടർ ജനറൽ. ഞാൻ നേരത്തെ സൂചന തന്നു. അപ്പോൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ മന്ത്രാലയം, ഈ സ്ഥാപനം, ഈ കാര്യാലയം ഉറപ്പാക്കും. അവിടെ തുറമുഖ സംബന്ധമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇനി മുതൽ ഏർപ്പെടുത്തുക ഇവരാണ്. ഇപ്പോൾ നമ്മുടെ പോർട്ടുകളുടെ സുരക്ഷ CISF-മായി ചേർന്നാണ് ചെയ്യുന്നത്. CISF ആണ് വിമാനത്താവളങ്ങളുടെ, പോർട്ടുകളുടെയൊക്കെ സുരക്ഷ നോക്കുന്നത്. അത് എണ്ണം വളരെ കൂടുകയും പോർട്ടുകൾ ക്രമാതീതമായിട്ട്, വാസ്തവത്തിൽ നമുക്ക് വലിയ രീതിയിൽ ചരക്ക് ഗതാഗതം നമ്മുടെ രാജ്യത്ത് നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ തുറമുഖങ്ങൾ എത്രയെങ്കിലും എണ്ണം കൂടിയാൽ അത്രയും നമുക്ക് നല്ലതാണ്. അതുകൊണ്ട് തന്നെ തുറമുഖങ്ങൾ സാധ്യമായ സ്ഥലങ്ങളിലെല്ലാം തുറമുഖങ്ങൾ, ചെറുതും വലുതുമായ തുറമുഖങ്ങൾ നിർമ്മിക്കാനായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, വിഴിഞ്ഞം ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. അവിടെ വലിയ കപ്പലുകൾ വരുന്നു. ആ കപ്പലുകളിൽ നിന്ന് വിതരണം ചെയ്യേണ്ട ചരക്കുകൾ ചെറിയ കപ്പലുകളിലേക്ക് മാറ്റുന്നു, എന്നിട്ട് അത് ചെറിയ തുറമുഖങ്ങളിലേക്ക് വിടുന്നു. ഇങ്ങനെയാണ് ഈ വിഴിഞ്ഞത്തേക്ക് വരുന്ന ചരക്കുകൾ മുഴുവനും കരയിലേക്ക് ഇറക്കി വച്ചിട്ട് കരയിൽ നിന്ന് മറ്റു സംവിധാനങ്ങളിലൂടെ വിതരണം ചെയ്യുന്ന രീതി അല്ല, മറിച്ച് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കപ്പലുകളിൽ നിന്ന് ചരക്കുകൾ, കണ്ടെയ്നറുകൾ ചെറിയ കപ്പലുകളിലേക്ക് മാറ്റി അത് ആവശ്യമുള്ള സ്ഥലത്തേക്ക്, അവിടുത്തെ അടുത്തുള്ള തുറമുഖങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് വളരെ കാര്യമായ സുരക്ഷ കൊടുക്കേണ്ടതുണ്ട്. അതിനാണ് ഈ പുതിയ കാര്യാലയം തുറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിയമ ഭേദഗതി, ഇത് ബില്ല് പാർലമെന്റിൽ വരുമായിരിക്കും. എനിക്ക് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ വാർത്തയിൽ
പാതയിൽ വന്നിട്ടില്ല. എന്തായാലും ഈ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർലമെന്റിൽ വരും. വന്നു കഴിഞ്ഞാൽ ഈ സർക്കാർ അതിന് അന്തിമമായ രൂപം നൽകി അത് പ്രതിപക്ഷത്തിൻ്റെ സഹായത്തോടു കൂടി അതിനെ നിയമമാക്കി മാറ്റുകയും നമ്മുടെ തുറമുഖങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാകുകയും ചെയ്യും.